വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാം റിസൾട്ട്സ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്പർ 1, പല കുട്ടികൾക്കും വീണ്ടും സപ്ലി ലഭിച്ചിരിക്കുകയാണ്. സോ ഇനി എന്ത് ചെയ്യണം? സോ റിവാലുവേഷന് കൊടുക്കുകയാണെങ്കിൽ മാർക്ക് കുറയുമോ? അങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇനി റിവാലുവേഷൻ അല്ലാണ്ട് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഒറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ ഒന്ന് പാസ്സാകാനുള്ള വല്ല സാധ്യതയുണ്ടോ? ദെൻ പല കുട്ടികളും പറയുന്നത് ഇതുവരെയായിട്ട് സപ്ലി കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു പേപ്പർ പോയിട്ടുള്ളത്. സോ അത് നന്നായിട്ട് എഴുതിയ പേപ്പറാണ്, എന്ത് ചെയ്യണം? അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 5th സെമസ്റ്റർ എക്സാമിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 5th സപ്ലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം പോകും. നിങ്ങൾ വീണ്ടും ഇത് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ റിസൾട്ട് വന്നു. അപ്പോൾ പല കുട്ടികൾക്കും വീണ്ടും പേപ്പേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ സപ്ലി ആയിട്ട് ഒരു പേപ്പർ മാത്രം കിട്ടാനുള്ള കുട്ടികൾ വീണ്ടും എഴുതിയിട്ട് വീണ്ടും പോയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ട് പറയാനാണെങ്കിൽ നെക്സ്റ്റ് റിവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായും നെക്സ്റ്റ് റിവാലുവേഷന് കൊടുത്തിരിക്കണം. റിവാലുവേഷന് കൊടുത്താൽ മാത്രമേ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുക. ദെൻ റിവാലുവേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 5-ാം തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറി റിവാലുവേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതാണ് പറയാനുള്ളത്. അതല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. രണ്ടാമത് കുട്ടികൾക്ക് അറിയേണ്ടത്, റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ പല കുട്ടികളും, ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുള്ള കുട്ടികൾ, അപ്പോൾ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള മാർക്ക് കുറയോ? അതില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മാർക്ക് കുറയില്ല. വീണ്ടും വാല്യൂ ചെയ്ത് മാർക്ക് കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ള മാർക്ക് കിട്ടും, അല്ലാണ്ട് കുറയില്ല. അപ്പോൾ അത് വെച്ച് പേടിക്കേണ്ട, റിവാലുവേഷന് കൊടുക്കാം. അതാണ് ഇനി രണ്ടാമത് പറയാനുള്ളത്. ഇനി മൂന്നാമത് അറിയേണ്ട ഒരു കാര്യം, ഈ റിവാലുവേഷൻ പരിപാടി അല്ലാണ്ട് ഒറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല മോഡറേഷൻ പരിപാടികൾ ജയിപ്പിക്കാനുള്ള വല്ല സാധ്യതകൾ ഇനി ഉണ്ടോ? ഒരു സബ്ജക്റ്റ് മാത്രമൊക്കെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഈ മോഡറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒറ്റ പേപ്പർ മാത്രം, ഇനി വല്ല ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണോ വല്ല ഇങ്ങനെ പേപ്പർ പോയിട്ടുള്ളത് എങ്കിൽ അത് നമുക്ക് വിളിച്ച് ചോദിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര നാൾ പഠിച്ചിട്ട് ഒറ്റ പേപ്പറും തോക്കാത്തൊരു കുട്ടി ആദ്യമായിട്ട് ഒരു പേപ്പർ പോകുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നത് നന്നായിട്ട് എഴുതിയിട്ടുള്ള പേപ്പറാണ്, ഞാൻ തോൽക്കേണ്ടതല്ല. അപ്പോൾ വല്ല ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സുവേഗ സ്റ്റുഡൻസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്, കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ചിലപ്പോൾ അതിന് പരിഹാരം അവർ അപ്പോൾ തന്നെ നൽകും. അവർ പറയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ നേരത്തെ പറഞ്ഞു, മോഡറേഷൻ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ റിസൾട്ട് വരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം മോഡറേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് കാര്യമില്ല. ഇനി അതല്ലാണ്ട് വല്ല റിക്വസ്റ്റിന് പോയാൽ സാധ്യതയുണ്ടോ എന്നുള്ളത് കുട്ടികൾക്ക് അറിയണം. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തിരിക്കണം. നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട എന്താ, റിവാലുവേഷൻ കൊടുക്കുക. റിവാലുവേഷൻ കൊടുത്തിട്ടും ഒരു മാറ്റവും ഇല്ല, വീണ്ടും ഒരു മാറ്റവും ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ശരിക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇനി ഒരു വർഷം വീണ്ടും കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. കുറച്ച് മാർക്കിനൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും അലിവ് ഒറ്റ പേപ്പർ മാത്രമുള്ളതെങ്കിൽ കിട്ടിയാൽ ഭാഗ്യം. അതല്ലാണ്ട് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അത് അപ് ടു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ യൂഷ്വലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിവാലുവേഷന് കൊടുക്കുക. ഇനി സോഫ്റ്റ് കോപ്പി വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കോപ്പി നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാം. സ്ക്രൂട്ടിനിക്കും അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. മാർക്ക് നിങ്ങൾക്ക് ചേഞ്ച് ആവണമെങ്കിൽ റിവാലുവേഷൻ തന്നെ കൊടുക്കണം. സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നൊക്കെ പറയണത്, സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ ആഡിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുക. ഈ പറയുന്ന ഫോട്ടോ കോപ്പി നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് മാർക്ക് ഇട്ടുള്ളത് എന്നുള്ളത്. മാർക്ക് കൂടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും റിവാലുവേഷന് തന്നെ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി 6th സെമസ്റ്റർ വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാം, 5th and 6th ഒരു കളി നടക്കില്ല. നിങ്ങൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ നോക്കണം, അല്ലെങ്കിൽ ടൈം പോകുന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ട് ഇനി ജയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചവർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്ലൈ നൽകുന്നത്. അതിനാദ്യം നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തിരിക്കണം, എന്നിട്ട് മാത്രം അതിലേക്ക് പോയാൽ മതി. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുമ്പ് തന്നെ പോയി റിക്വസ്റ്റ് കൊടുത്ത വല്ല പ്രശ്നമുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, സ്റ്റുഡൻസിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് അങ്ങനെ ചിലപ്പോൾ റിക്വസ്റ്റിന് പോയി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ റിവാലുവേഷന് കൊടുത്തോ അതിന് ശേഷം വരാൻ. അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ, യൂഷ്വലി ഉള്ള പ്രൊസീജിയേഴ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.